UDFിലെ ആഭ്യന്തര പ്രശ്നങ്ങളും വിമതശല്യവും മൂലം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന ശ്രദ്ധ നേടുകയാണ് മൂവാറ്റുപുഴ നഗരസഭ. വികസന മുരടിപ്പും കൂറുമാറ്റവും ചർച്ചയാകുന്ന തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പെന്ന LDF പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഭരണം നിലനിർത്താനാവുമോ എന്ന പരീക്ഷണത്തിലാണ് UDF. നിലവിലെ 28-അംഗ ഭരണസമിതിയിൽ 13 സീറ്റുകൾ മാത്രം നേടിയ UDF 2 സ്വതന്ത്രരുടെ പിന്തുണയുടെ ഭരണം പിടിക്കുകയായിരുന്നു. കൂറുമാറ്റങ്ങളും ആഭ്യന്തര കലഹങ്ങളും മൂലം ഭരണസഖ്യത്തിലുണ്ടായ പ്രശ്നങ്ങൾ നഗരത്തിൻ്റെ വികസനത്തെ പിന്നോട്ടടിപ്പിച്ചുവെന്നാണ് ഇടതുമുന്നണി ചൂണ്ടിക്കാട്ടുന്നത്. ജനങ്ങൾക്ക് ഉപയോഗപ്രദമായതൊന്നും നടപ്പാക്കാൻ സാധിക്കാതെ രാഷ്ട്രീയ ഗ്രൂപ്പ് പോലുള്ള വേദിയാക്കി മാത്രം നഗരസഭയെ മാറ്റിയെന്ന് CPIM മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ് M. മാത്യു ആരോപിച്ചു. ഈ നഗരത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള വികസനം, നഗര റോഡുകളുടെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. സ്റ്റേറ്റ് ഗവൺമെൻറ് നഗരസഭയ്ക്ക് എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കും കൊടുക്കുന്ന പ്ലാൻ ഫണ്ട്, ആ പ്ലാൻ ഫണ്ടിൽ തന്നെ 6,80,00,000 രൂപ വെറുതെ ലാപ്സാക്കി കളയുന്ന സമീപനമാണ് മൂവാറ്റുപുഴ നഗരസഭ എടുത്തിരിക്കുന്നത്. എന്നാൽ വിവിധ വാർഡുകളിൽ രംഗത്തുള്ള റിബലുകൾ UDFിനെ കുഴയ്ക്കുന്നു. നേതൃത്വത്തെ വെല്ലുവിളിച്ച് മുൻ കോൺഗ്രസ് കൗൺസിലറായ KS ജയകൃഷ്ണൻ 22-ാം വാർഡായ മാറാടിയിൽ മത്സരിക്കുന്നു. റിബലുകളെ അനുനയിപ്പിക്കാൻ മാത്യു കുഴൽനാടൻ തന്നെ രംഗത്തിറങ്ങിയെങ്കിലും വിജയിച്ചില്ല. എന്നാൽ ഭരണ തുടർച്ച ഉറപ്പെന്ന് നഗരസഭാ ചെയർമാനും DCC ജനറൽ സെക്രട്ടറിയുമായ PP എൽദോസ്. കഴിഞ്ഞ 5 വർഷക്കാലം മുന്നണിയുടെ നേതൃത്വത്തിൽ നടത്തിയ ജനക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും ജനാധിപത്യ മുന്നണിക്ക് തുണയാകും എന്ന ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. 1958-ൽ രൂപീകൃതമായ നഗരസഭയിൽ കേവലം 10 വർഷം മാത്രമാണ് UDF നിയന്ത്രണത്തിലുള്ള ഭരണസമിതി ഉണ്ടായിരുന്നത്. ഇക്കാലങ്ങളിൽ മുടങ്ങിക്കിടന്ന നഗരത്തിലെ MC റോഡ് വികസനം പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഇടപെട്ട് പൂർത്തിയാക്കിയത് നഗരത്തിൽ പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമാക്കുകയാണ് LDF. കൈരളി ന്യൂസ്, കൊച്ചി.